ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ഉയരമുള്ള ചർച്ച് ടവർ കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം തൃശ്ശൂർ പുത്തമ്പള്ളിയിലാണ് ബൈബിൾ ടവർ കാണാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ബൈബിൾ ടവർ കാണാത്തൊരു ഈ ഒരു വീഡിയോ കാണാം. തിങ്കൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഇത് ഓപ്പൺ ആണ്. തിങ്കളാഴ്ച മുടക്ക് ദിവസമാണ് കേട്ടോ. ഇങ്ങനെ ഏറ്റവും തൃശ്ശൂരിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിർത്തും ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ ബൈബിളിലെ ഓരോ സംഭവങ്ങളെയും അതുപോലെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെ. അത് ചുമർ ചിത്രങ്ങളായിട്ടും കൊത്തുപണികളായിട്ടും തടിയിൽ തീർത്ത ചിത്രങ്ങളായിട്ടും ഒരുപാട് ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ മറിച്ചാണ് ചെയ്തത്. ഞങ്ങൾ മുകളിലേക്ക് പടി കയറി തിരിച്ച് ലിഫ്റ്റ് ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ അത് അക്രമമായിരുന്നു. അപ്പോൾ ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ ഓരോരോ സംഭവങ്ങളായിട്ട് തന്നെ ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് കൊത്തുപണികളായിട്ടും ചുമർ ചിത്രങ്ങളായിട്ടും ഗ്ലാസ് ചിത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട് കയറിയിട്ട് നല്ലത് തിരിച്ചിറങ്ങുമ്പോൾ കാണുന്നതാണ്. ഞങ്ങൾ വെറുതെ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോയതാണ്. ഒരുപാട് കാറുകളൊക്കെ താഴത്ത് ഇറങ്ങുന്നുണ്ട്. എന്ത് ചെറുതായിട്ടാണ് കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും മുകളിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ വേറെ എവിടെയോ പോയി കയറിയൊരു സ്ഥലം എന്നുള്ളൊരു പ്രതീതിയിൽ നമുക്ക് കയറിപ്പോകാം. തൃശ്ശൂരാണെന്ന് നമ്മൾ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വടക്കുന്നാഥനും ലൂർദ് പള്ളിയും നമ്മുടെ ശക്തൻ സ്റ്റാൻഡും മുനിസിപ്പൽ സ്റ്റാൻഡും എല്ലാം തൃശ്ശൂർ നഗരം മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. തിങ്കൾ മുടക്കാണ്. ബാക്കി എല്ലാ ദിവസവും 20 രൂപ ഒരാൾക്ക് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും വരാത്തവരെന്തായാലും വരാം. ഇനി തൃശ്ശൂർ വരുന്നവരെന്തായാലും ഇതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. മുകളിൽ എത്തിയപ്പോഴാണ് നമ്മുടെ കിളി എന്ന് പറഞ്ഞ സാധനം പോയത്. കാരണം ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് തൃശ്ശൂർ നഗരത്തിൽ ഇത്രയ്ക്കധികം ബിൽഡിങ്ങുകൾ ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം ഇത്രയും വലിയൊരു നഗരത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളതും നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി മനസ്സിലാവും. കാരണം അത്രയ്ക്കധികം ബിൽഡിങ്ങിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മനുഷ്യരാണ് എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ നമുക്ക് അതൊരു ബോധ്യം വരും കേട്ടോ. കാരണം ഇത്ര ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ചെറിയ കുഞ്ഞു മനുഷ്യരാണെന്നുള്ളത് നമുക്ക് കാഴ്ചയിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല ദൂരത്തുള്ള നമ്മുടെ ലൂർദ് പള്ളി, അതുപോലെ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റാണ് ഇതാ കാണുന്നത്. അതുവരെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാ കാണുന്ന ബിൽഡിങ് നമ്മുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ അവിടെ വണ്ടികൾ പോകുന്നവരെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബൈബിൾ ടവർ ചൂസ് ചെയ്യാം. അതുപോലെ തൃശ്ശൂർ നഗരം ചുറ്റാൻ വരുന്ന മറ്റ് ജില്ലയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. തിങ്കളാഴ്ച നിങ്ങൾ വരരുത്. ബാക്കി എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബൈബിളുകൾ ഇങ്ങനെ ചില്ലിലിട്ട് വെച്ചിട്ടുണ്ടാകും. ഒരുപാട് ബൈബിളും അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഏതൊക്കെ ബൈബിളാണെന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പഠിക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കാഴ്ചകൾ ഗംഭീരം. ഇത്രയ്ക്കധികം ഫ്ലാറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇതിലെ ഈ ജനൽ നമുക്ക് തുറക്കാം. തുറന്നതിന് ശേഷം അടയ്ക്കാനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുറന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളത് തിരിച്ച് അടയ്ക്കണം. ഇത് നമ്മുടെ സ്വന്തം പുത്തൻപള്ളിയുടെ മുൻഭാഗമാണ് കേട്ടോ. ആ ഒരു കാഴ്ച അതിഗംഭീരമായിരുന്നു. ഒരുപാട് കടകളും ഇത്രയ്ക്കധികം കടകളൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ വലിയ ഒരു അത്ഭുതം തോന്നുന്നു. പിന്നെ നമ്മുടെ സ്വന്തം വടക്കുന്നാഥ ക്ഷേത്രം നമുക്ക് കാണാം. തെക്കേ ഗോപുരം നടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും കാണാം. തേക്കിൻകാട് മൈതാനം കാണാം. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനും നമ്മുടെ ഇന്ത്യൻ പതാകയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. കോർപ്പറേഷൻ മുന്നിലുള്ള പതാകയാണത്. അപ്പോൾ എന്തായാലും ഇത് കാണാത്തവർ തീർച്ചയായിട്ടും വരണം. തേക്കിൻകാട് മൈതാനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ടൊക്കെ ശരിക്കും ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ വെടിക്കെട്ട് സമയത്ത് ഇനി ഇതിൻ്റെ ഉള്ളിൽ ആരും കയറ്റി വിടില്ലല്ലോ. അതൊരു പ്രശ്നമാണ്. പക്ഷേ കാണാനുള്ള കാഴ്ചകൾ, വെടിക്കെട്ടിൻ്റെ കാഴ്ചകൾ അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ബൈബിൾ ടവറിൻ്റെ മുകളിൽ തന്നെ നമ്മൾ വന്ന് നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ബൈബിൾ ടവറിൻ്റെ മുകൾ ഭാഗത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ബൈബിൾ ടവർ കാണാത്തവർ എന്തായാലും ഒന്ന് കയറി വിസിറ്റ് ചെയ്യണം. കാരണം തൃശ്ശൂർ നഗരം ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും തിരിച്ച് നമുക്ക് ലിഫ്റ്റിലിറങ്ങാം. നമ്മൾ കയറി വന്നത് സ്റ്റെപ്പ് വഴിയാണ്. അപ്പോൾ എന്തായാലും കാഴ്ചകൾ അധികം മനോഹരം. മഴയൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. 30 മിനിറ്റാണ് ഇവിടെ സമയമായിട്ട് ഒരാൾക്ക് നിൽക്കാനായിട്ട്. ഗംഭീര മറ്റൊരു വീഡിയോ എടുക്കണം. ബൈ.